എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഗതികേട് നിങ്ങൾ നോക്കിയേ. ഇവിടുത്തെ ഒരു പൗരനെ ഈ ലാഡറിൽ കയറ്റി ഇതുപോലെ സമരം ചെയ്യിപ്പിക്കാനായിട്ട് ഇടവരുത്തുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം ജയൻചേട്ടൻ ഇതുപോലെ ലാഡറിൽ കയറി സമരം ചെയ്തു. NHA അധികൃതർ വന്ന് സമരം നടത്താൻ പറഞ്ഞു. കുറേ പുല്ലൊക്കെ ചെത്തിപ്പോയി. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ലാബിൻ്റെ ഇടയിലുള്ള തോട്, ഇതൊക്കെ എവിടേക്കാണ് ഇതിൻ്റെ വെള്ളം പോകണമെന്ന് ഒരു പിടിപാടില്ല. ബുദ്ധികളും പൊട്ടന്മാരും ഗുണാപ്പന്മാരാണ് ഈ NHAയുടെ ആൾക്കാർ. ഗുണാപ്പന്മാരും താൻ ഈ പൊട്ടന്മാർ. ഇവിടെ ഈ വെള്ളക്കെട്ട് മുഴുവൻ ഇപ്പോൾ ഇന്ന് രാത്രി വരെ മഴ പെയ്യാൻ കിടക്കാം. അടുത്ത ദിവസങ്ങളിലും മഴ പറഞ്ഞിട്ടുണ്ട്. ഏത് കോപ്പിക്കോടെയാണ് ഈ വെള്ളം പോണത്? ഇത് കണ്ട സാധാരണക്കാരായ ആൾക്കാരെ ലാഡറിൻ്റെ മുകളിൽ കയറ്റിയിരിക്കുന്ന സമരം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള സമരങ്ങൾ ഈ ലോകത്ത് തന്നെ അപൂർവമായിരിക്കും. ലാഡർ സമരവുമായിട്ട് ജയം പെട്ടത്ത് ഏതെങ്കിലും വ്യക്തികൾക്ക് കണ്ണു തുറക്കാൻ പറ്റുമോ? സ്ഥിരമായിട്ട് ഇവിടെ ഈ വെള്ളക്കെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവം. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ജയൻചേട്ടൻ ഈ ലാഡർ സമരം ഇനിയും തുടരുന്നതായിരിക്കും. ഇതൊക്കെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ്. ഈ വെള്ളത്തിലും കുത്തിരുന്ന്, ഈ മഴയത്തും പെരുമഴയത്തും കുത്തിരുന്ന് ആളുകൾ സമരം ചെയ്യേണ്ട ഗതികേട്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയം പെട്ടതെന്ന് പറയുന്ന ഈ സാമൂഹ്യ പ്രവർത്തകൻ ഈ വിഷയത്തിൽ വീണ്ടും സമരം തുടരുന്നു. ഒരു നല്ലൊരു മഴ പെയ്താൽ ഈ ഭാഗത്തുനിന്ന് വെള്ളം ഒഴുകി പോവില്ല. ഇത് ഈ കാനം നിർമ്മിച്ചപ്പോൾ തന്നെ NHAക്കാർ ഈ കാനം നിർമ്മിച്ചപ്പോൾ തന്നെ ഡിവൈൻ്റെ മെയിൻ ഗേറ്റിന്റെ ഭാഗത്ത് വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്തു. ഈ കാനം അങ്ങോട്ട് പോയാൽ മാത്രമേ ഇവിടുത്തെ ഒഴുകി വരുന്ന വെള്ളം പുറത്തേക്ക് പോവുള്ളൂ. ഇത് ചെയ്യാത്തടത്തോളം കാലം ഇവിടെ ദുരിതമാണ്. അത് തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം ഞാനിവിടെ സമരം നടത്തിയപ്പോൾ അവര് 11 മണിക്ക് തുടങ്ങിയ സമരം 1 മണി ആയപ്പോഴേക്കും അവർ എന്നോട് പറഞ്ഞു ഇതിനെന്താണ് പ്രതിവിധി. അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഈ വെള്ളം ഒഴുക്കി കളയണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവര് തൊഴിലാളികളെ കൊണ്ടുവന്നു. ഈ ഭാഗത്തുള്ള പുല്ലൊക്കെ കളഞ്ഞു, ഹോളുകളൊക്കെ തുറന്നു. 2-3 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ഭക്ഷണത്തിനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു. കാരണം അവർ നല്ല പണിയെടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ വെള്ളം എല്ലാം ഇവിടുന്ന് പോവുകയും ചെയ്തു. 3 മണിയായപ്പോഴേക്ക് കംപ്ലീറ്റ് വെള്ളം പോയി. പക്ഷെ വീണ്ടും ഇന്നൊരു മഴ പെയ്തപ്പോ ഈ ഇവിടുത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അപ്പൊ ഈ ജനങ്ങളുടെ ദുരിതം, ജനങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് ഇവർ കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഈ വെള്ളത്തിൽ കൂടി പോകുന്ന വാഹനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരു വ്യക്തിക്ക് ഇതിൽ നടക്കാൻ പറ്റുമോ? ഈ ഭാഗത്ത് കൂടെ ഈ കുഴിയിൽ വീഴുള്ളൂ, വെള്ളത്തിൽ വീഴുള്ളൂ. അപ്പോ ജനങ്ങൾക്ക് പുറത്തൊരു വാക്കുണ്ട് എനിക്ക്, അതായത് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണുന്നത് വരെ എല്ലാ ദിവസവും ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമരത്തിന് ഞാൻ ഇരിക്കും. പിന്നെ അത് എൻ്റെ ഒരു പ്രതിജ്ഞയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഇതിന് പരിഹാരം കാണണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവസാനിപ്പിക്കണം. വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ തയ്യാറാവണം. ജനപ്രതിനിധികളോട് അതിന് പിന്നിൽ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് ഈ സമരം ഇനിയും വരുന്ന ദിവസങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അല്ലാത്തോർത്തോളം ഈ സമരം അവസാനിപ്പിക്കില്ല. ഇന്ന് അവസാനിച്ചാലും നാളെ വീണ്ടും ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും.